ഹലോ അമ്മ, സുഖം തന്നെ അമ്മ? ആ, സുഖം തന്നെ ഓളെ. എന്തോന്ന് കഴിച്ചമ്മ? ചായയും ദോശയും കഴിച്ചു. എന്തൊരു വിശേഷം അവിടെ? ഇവിടെ ഞാൻ ചോറൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നു. മോള് വല്ലതാ കഴിച്ചായിരുന്നാ? ഓ, ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചില്ലമ്മ. ഇന്നലെ ഇവിടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പം ഇവിടെ ആരും ഇല്ലാത്ത നേരത്താണ് ഞാൻ വിളിച്ചത് മായ. ഇക്ക രാവിലെ ഇറങ്ങിപ്പോയി, ജോലിക്കെന്നും പറഞ്ഞ് പോയതാണ്. പിന്നെ ഇറങ്ങിപ്പോയാൽ വിളിക്കൊന്നുമില്ല. കുളിമുറി കയറിയ നേരത്തിനാണ് ഞാൻ വിളിച്ചത് മായ. ഭയങ്കര പ്രശ്നങ്ങളാണ്. അവരിറങ്ങുന്ന മുമ്പ് എനിക്ക് പറയാം, മോൾ പെട്ടെന്ന് പറയാം. അവർ ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങണമെങ്കിലാ കുളിച്ചിട്ട്, ചിലപ്പോൾ കുളിക്കാതാണെങ്കിലും ഇനി ഇറങ്ങും. ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് എന്നെ എടുത്തിട്ട് ഇടിക്കും. രാത്രിയൊക്കെ എന്നെ നല്ലതുപോലെ ഇടിച്ച് ഉമ്മ സപ്പോർട്ട് ചെയ്യും. വൈകിട്ട് വരുമ്പോൾ ഉമ്മ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇല്ലാത്ത നുണകൾ മൊത്തം പറഞ്ഞു കൊടുക്കും. എന്നെ എടുത്തിട്ട് ഇടിക്കും. എന്നെ കൊണ്ട് പറ്റണില്ല. എന്നെ തലയൊക്കെ പിടിച്ചു വെച്ച് ഇടിക്കും ഭിത്തിയില്. അവർക്ക് കൊടുത്ത സ്ത്രീധനമൊക്കെ കുറഞ്ഞു പോയി, വകയൊക്കെ കുറഞ്ഞു പോയി. എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ എടുത്തിട്ട് അടിക്കണത്. ഞാൻ എന്ത് ജോലി ചെയ്താലും കുറ്റം. മോളെ എങ്ങനെയെങ്കിലും സഹിച്ചവിടെ നില്ല് മോളെ. ഇനി വന്നു കഴിഞ്ഞാൽ അയൽവക്കക്കാരെന്തേര് പറയൂല. എന്നെ കൊണ്ട് പറ്റണില്ല അവിടെ നിൽക്കുക. എന്നെ ഞാൻ വരട്ടെ അമ്മ, അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഇക്കാക്കാമാരെ പറഞ്ഞു വിടുമ്പ. എന്നെ കൊണ്ട് പറ്റണില്ല. എങ്ങനെയെങ്കിലും അവിടെ സഹിച്ച് നിൽക്കാൻ നോക്കും. 50 പവനും പിന്നെ ഒരു മാരുതി കാറൊക്കെ അല്ലേ തന്നത്, എന്നിട്ട് വക കുറഞ്ഞു പോയെന്നാ? അത് കൊള്ളാമല്ലോ. ആ, ഉമ്മാൻ്റെ പ്രശ്നം നാട്ടുകാരാണല്ലേ. എനിക്ക് ഞാൻ ഇങ്ങോട്ടെങ്കിലും പോവാൻ വേണ്ടേ? നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. മോളെ മോളെ എനിക്കിവിടെ സഹിച്ച് നിൽക്കാൻ വയ്യ. വേദനയോടുകൂടിയാണ് ഞാൻ വിളിക്കണത്. എനിക്കതിനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. ഇത് ഒരു മെസ്സേജ് മാത്രം, ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നതിന് ഉള്ള ഒരു മെസ്സേജ് മാത്രമാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കാം എന്ന് ഉള്ളതിന് ഉള്ള ഒരു മെസ്സേജാണിത്.